3.5 കൊല്ലം, 3 കേബിള്, ഒരു ഒലക്കമ്മല എലി. എന്നിട്ടും ഇത്രയും കാലമായിട്ടും ഞാൻ ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു IM-നെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് സാധനം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഞാൻ ചെറിയൊരു കഥ പറയാം. പോസ്റ്റ് കോവിഡ് സിറ്റുവേഷന് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റിയൽമി ബഡ്സ് 2 അടിച്ചുപോയി. അപ്പോൾ അല്പസ്വല്പം ഗെയിമിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് കോണ്ടന്റ് ക്രിയേഷനൊക്കെ ചെയ്ത് തുടങ്ങുന്ന കാലമാണ്. കോളേജ് കഴിഞ്ഞിരിക്കുന്ന ടൈമാണ്. പണിയും തരം ഒന്നുമില്ല, കോവിഡ് കഴിഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അടുത്ത ഹെഡ്സെറ്റ് വാങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ IEM-നെ കുറിച്ചൊക്കെ കേൾക്കുന്നതും മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലറ ചില്ലറ പൈസയൊക്കെ കൂട്ടി വെച്ച് ഞാനൊരു IEM വാങ്ങി. ഒരുപാട് പഠനത്തിനൊക്കെ ശേഷം ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉറപ്പിച്ചത്. അങ്ങനെ 2022 ഞാൻ ഈ IEM ഒക്കെ ബുക്ക് ചെയ്ത് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഓർഡർ ചെയ്ത സാധനം വന്നു, കയ്യിൽ കിട്ടി. ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയൊരു മാറ്റം, ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റിയൽമി ബഡ്സ് 2-ൽ നിന്ന് ഇവിടേക്ക് വന്നപ്പോൾ ആ ഒരു ബേസ് ഹെഡ്സിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി വോക്കൽസും അതേപോലെ മിഡ്സ് കുറച്ചുകൂടി നന്നായിട്ട് ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു വലിയൊരു മാറ്റം എനിക്ക് തോന്നിയത്. മാത്രമല്ല, ഞാൻ കൂടുതലും ബാറ്റിൽ റോയൽ ഗെയിമുകളായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിമിൻ്റെ ഫുഡ് സ്റ്റെപ്പ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട്, എനിമി കുറച്ചുകൂടി ദൂരത്താണെങ്കിൽ പോലും നമുക്ക് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഗെയിം കളിച്ചതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ഉപയോഗിച്ച ആ IEM-ൻ്റെ ഒരു ലോങ് ടേം റിവ്യൂവും പിന്നെ അല്ലറ കാര്യങ്ങളൊക്കെ കൂടിച്ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അങ്ങനെ ഈ IEM ഉപയോഗിച്ചുകൊണ്ടിരിക്കെ ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. ഇതിൽ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. സാധാരണ റിയൽമീൻ്റെ ഒരു ബേസിൻ്റെ ഇടി ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ മിഡ്സും വോക്കൽസൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. മാത്രമല്ല, ബേസ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രസമുണ്ട് ആ ബേസ് കേൾക്കാൻ. നമുക്ക് മറ്റേ ഹെഡ്സെറ്റിൽ നമ്മൾ കുറേ നേരം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ പാട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചെവിയൊക്കെ ആകെ വേദനയാവും. അങ്ങനത്തെ ഇടിയായിരിക്കും. ഇവിടേക്ക് വന്നപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര രസമാണ് ഇന്നത്തെ ബേസ് കേൾക്കാൻ, കേട്ടുകൊണ്ടിരിക്കാനും തോന്നും. നമുക്ക് ചെവി വേദന അങ്ങനത്തെ യാതൊന്നുമില്ല. അതേപോലെ മറ്റേ ഹെഡ്സെറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രബിൾ കുറച്ചും കൂടി സ്ട്രോങ് ആണ് ഇവിടെ. പക്ഷേ ആ ഒരു ട്രബിളിൻ്റെ ആ ഒരു കുത്തലുണ്ടല്ലോ, ആ ഒരു ചില്ലി ഒച്ചയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വല്ലാതെ കുത്തുന്നില്ല. കറക്റ്റാണ്. നമുക്കെല്ലാം പക്കായിട്ട് കറക്റ്റായിട്ട് ഒരു ബാലൻസ്ഡ് പോലെ അങ്ങനെ തോന്നും. എന്നാൽ അതേസമയം ഒരു പൊടിക്കിത്തിരി വോക്കൽസ് അല്ലെങ്കിൽ മിഡ്സ് കയറിയിരിക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബീറ്റിംഗ് അല്ല, പകരം ഒരു ഡബ്ബിങ് ബേസാണ്. കേൾക്കുമ്പോൾ ഭയങ്കര സുഖമാണ്, ഭയങ്കര രസമൊക്കെ കേട്ടോണ്ടിരിക്കാൻ. പ്രധാനപ്പെട്ടിട്ട് പറയേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻസ് ആണ്. ഓരോ വോക്കൽസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും സെപ്പറേഷൻസ് ഒക്കെ കുറച്ചും കൂടി അടുത്തറിയാൻ തുടങ്ങി. മറ്റേ ആൾക്കൊരു അലയലിയാണ്, ഒന്നും കാര്യമായിട്ട് മനസ്സിലാവില്ല. എറമാൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പോലെ ആ ഓരോ ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് എടുത്ത് കേൾക്കും. നമ്മൾ പിന്നെ ഇപ്പോൾ പടം കാണുകയാണെന്നുണ്ടെങ്കിലും ബഡ്സ് 2 ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടിയൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു കുത്തല് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് വെച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ആ കിൻഡലിലേക്ക് ശരിക്കും ഫീൽ ചെയ്യും. അങ്ങനത്തെ ഭയങ്കര രസമുള്ളൊരു ബേസ് ആയിരുന്നു. ഇപ്പോൾ എഡിറ്റിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും വോയിസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. മാത്രമല്ല, ചെറിയ എലമെൻറ്റുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഞാൻ സിസ്റ്റത്തിലൊക്കെ ഒഡാസിറ്റിയിൽ വോയിസ് എഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് ഈ ഓരോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒച്ചകളും അതുപോലെ നോയ്സുകൾ കയറി വരുന്നത്, അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോഴും കൂടുതൽ ക്ലാരിറ്റി എനിക്കത് എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഈ IEM വാങ്ങിയത്. അങ്ങനെ മൊത്തത്തിൽ നല്ല കളർഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു സംഭവം ഉണ്ടായത്. ഞാൻ അതുപോലെ ടേബിളിൻ്റെ മുകളിൽ അങ്ങനെ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇട്ട് പോകലാണ്. ഒരു അലക്കമ്മൽ എലി വന്ന് ഹെഡ്സെറ്റിൻ്റെ കേബിൾ കടിച്ചു മുറിച്ചു. പൊതുവെ IEM-കൾക്കൊക്കെ റീപ്ലേസബിൾ കേബിൾസാണ് സാധാരണ കൊടുക്കാറുള്ളത്. അതിന് എനിക്കറിയാമോ എന്തോ കുടുങ്ങി. ഇനി എങ്ങനെ പാട്ട് കേൾക്കും? അപ്പോൾ കേബിൾ പിന്നെ വേറെ വാങ്ങാൻ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ കേബിൾ അന്വേഷിച്ചായി നടത്താം. അപ്പോൾ ആമസോണിൽ കേബിൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ കോൺസെപ്റ്റ് കാർട്ടത്ത് കേബിൾ കിട്ടി. 500 സംതിങ് എന്താണ് വില എന്നാണ് എൻ്റെ ഓർമ്മ. ഇതാണ് എലി കടിച്ച കേബിൾ. ഇങ്ങനെയൊരു കഷ്ണം, ഇങ്ങനെയൊരു കഷ്ണം. അങ്ങനെ ഞാൻ ട്രിപ്പ് പോകുമ്പോഴും ഗെയിമിങ്, എഡിറ്റിങ്, പടം കാണുമ്പോൾ അങ്ങനെ എല്ലാ സമയത്തും ഞാൻ ഈ IEM ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ പുതിയ കേബിൾ ബുക്ക് ചെയ്തത് OG കേബിൾ തന്നെയാണ് ബുക്ക് ചെയ്തത്. ഇതങ്ങനെ വലിയ ക്വാളിറ്റി ഉള്ളൊരു കേബിളാണെന്നൊന്നും പറയാൻ പറ്റില്ല. കൊടുക്കുന്ന വിലയ്ക്കുള്ളതുണ്ട്. റീപ്ലേസ്മെൻറ്റ് കേബിളാണ്, OG കേബിളാണ്. ഈ IEM-ലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ഗുണം എനിക്ക് തോന്നിയത് ഭയങ്കര എർഗണോമിക്കാണ് ഇതിൻ്റെ ഡിസൈൻ. ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ഒരു ബോഡിയാണ് ഇതിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ചെവിൻ്റെ ഉള്ളത് മറ്റുള്ള KZCC ഒക്കെ പോലുള്ള IEM ബ്രാൻഡുകളിനെ വെച്ച് നോക്കുമ്പോൾ അത് കുറച്ചുകൂടി ബോഡി നല്ല വലുപ്പമുണ്ടാവും. ഇത് ബോഡി കുറച്ചുകൂടി ചെറുതാണ്. അതുകൊണ്ട് തന്നെ ചെവിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യും. ഭയങ്കര കംഫർട്ടബിളാണ് നമുക്കത് ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ. പിന്നെ ഇതിൻ്റെ കേബിൾ കണ്ടില്ലേ, ഇതിൻ്റെ കേബിൾ നമ്മളങ്ങനെ ഇടുമ്പോൾ ഇതുകൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെവിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ട് ഇവിടെയാണ് IEM വരിക. അപ്പോൾ ചെവിൻ്റെ ഉള്ളിൽ അങ്ങനെ പിടിച്ചവിടെ ഇരുന്നോളും. ഈ IEM തൽക്കാലം നമ്മൾ ഊരി വെച്ച് കഴിഞ്ഞാലും ഈ കേബിളിൻ്റെ തമ്മിൽ ചെവിൻ്റെ മുകളിൽ, ചെവിൻ്റെ കുടൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചിരുന്നോളും. മാത്രമല്ല, ഇനിയിപ്പോൾ റൂട്ട് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിലും കേബിൾ ഇത് കൂടെ ഇങ്ങനെ എടുത്ത് ബാക്കിൽ കൂടെ ഇങ്ങനെ എടുക്കാം. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടൊരു കാര്യം തോന്നിയത് ഈ L ഷേപ്പിൽ വരുന്ന ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു 3.5mm ജാക്കാണ്. പെട്ടെന്നൊന്നും ഊരിപ്പോയിട്ടില്ല. മാത്രമല്ല, നമ്മൾ ഗെയിം കളിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ ഇതാണ് ഫോൺ എന്നുണ്ടെങ്കിൽ
ഇതിൽ 3.5mm ജാക്കില്ല. നമ്മൾ ഇങ്ങനെയായിരിക്കും ഏകദേശം വരിക. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഗെയിം കളിക്കാനൊക്കെ സെറ്റാണ്. മറ്റേത് ഇവിടെ നീളത്തിൽ കോലി ഇങ്ങനെ നീണ്ടു കിടക്കുമ്പോൾ അവിടെ വിരൽ തട്ടവും ഈ പിന്നിന് ഇളക്കം വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യമായിട്ട് ഗെയിമിങ്ങിലും വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ എനിക്ക് ഈ എൽ ഷേപ്പ് ജാക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ IM എപ്പോഴും ഉപയോഗിക്കും. കിടന്നുറങ്ങുമ്പോഴടക്കം ഈ IM ഉപയോഗിച്ചിട്ടാണ് കിടന്നുറങ്ങുക. തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോഴൊന്നും ചെവി ഇങ്ങനെ വെക്കുമ്പോഴൊന്നും, ഇപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ ഇങ്ങനെ ചെവി വയ്ക്കുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചെവി കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ചെവിക്ക് വേദന വരികയെ, ഈ IM ഇവിടെ ഇങ്ങനെ ജാമായിട്ട് വേദന വരിക, അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഈ IM. പിന്നെ OG കേബിളിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള OG കേബിൾ തന്നെയാണ് ഇതും. ചിലപ്പോൾ സെക്കൻഡ് ജനറേഷനിലുള്ള എന്തെങ്കിലും ബാച്ചിൽ മാനുഫാക്ചറിങ്ങിലുള്ള എന്തെങ്കിലും അഡ്വാൻസ്മെന്റ് ആയിരിക്കും, അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കേബിളാണിത്. അതുകൊണ്ട് തന്നെ ടാങ്കിൾ ഫ്രീയും ആണ്. അപ്പോൾ നമ്മൾ ഈ കടത്തത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് പറഞ്ഞ് കിടക്കുമ്പോഴൊന്നും കെട്ടുപടഞ്ഞ് കിടക്കുന്ന ആ പരിപാടിയൊന്നും ഈ കേബിളിന് പൊതുവെ ഇല്ല. ഇതുവരെ അങ്ങനെ പെട്ടിട്ടില്ല. ഞാൻ എക്സാക്ട്ലി എത്ര രൂപയ്ക്കാണ് ഇത് വാങ്ങിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. എമൗണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുക്കാം. ആ പ്രൈസ് റേഞ്ചിലുള്ള മറ്റേ IM-നേക്കാളും ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇതിൻ്റെ എർഗണോമിക് ആയിട്ടുള്ള ആ ഒരു ടിയർ ഡോപ്പ് ഷെല്ല് ഡിസൈന്, അത് നമുക്ക് ഏത് സാഹചര്യത്തിലും നമുക്ക് ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ സൗണ്ട് പ്രൊഫൈലും ആ ഒരു V ഷേപ്പ്ഡ് കർവും, അത് ആ പ്രൈസ് റേഞ്ചിലുള്ള വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ എർഗണോമിക് ഡിസൈനും കൂടി ആകുമ്പോൾ ബെസ്റ്റ് ആണെന്ന് തന്നെ പറയേണ്ടി വരും. മറ്റുള്ള ഒരു IM-ലും ഞാൻ കാണാത്ത തരത്തിലുള്ള ഒരു റയർ കളറിലാണ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഈ പർപ്പിൾ കളറ് അവൈലബിൾ ആയിരുന്നു. അടിപൊളി കളർ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മുടെ ചെവിയിൽ IM ഇരിക്കണമെന്ന് ആരും അറിയില്ല. അതേസമയം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അധികം കാണാത്തൊരു കളറായതുകൊണ്ട് ഇതേതാ ഹെഡ്സെറ്റ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ IM-ന്റെ ലിങ്ക് ഞാൻ താഴെ എവിടെയെങ്കിലും കൊടുക്കാം. പിന്നെ സെക്കൻഡ് ജനറേഷൻ വന്നിട്ടുണ്ട്, ബ്ലോൺ BL03 സെക്കൻഡ് ജനറേഷൻ 2 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ഉപയോഗിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞാനിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടത് ഭാഗത്ത് സൈഡ് കേൾക്കാതായത്. നമ്മൾ കാണുന്ന പോലെ ഈ ഹെഡ്സെറ്റിൻ്റെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇതാ, ഈ റബ്ബറിൻ്റെ ഈ 2 പിൻ കണക്ടർ വരുന്ന ഇവിടെയാണ്. ഈ റബ്ബർ അത്യാവശ്യം കുറ്റിയുറപ്പുള്ള സാധനമൊക്കെ തന്നെ ആണെങ്കിലും ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ ആയതുകൊണ്ടും നമ്മുടെ തലയിലത്തെ വേർപ്പും അഴുക്കും, ഇപ്പോൾ ചിലപ്പോൾ എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണമയവും ഒക്കെ കൂടിയിട്ട് കുറച്ച് കാലപ്പഴക്കം കൊണ്ട് എന്ത് ചെയ്യും, ഈ സംഭവം നുരുമ്പിപ്പോവും. ദ്രവിച്ചു തുടങ്ങുന്ന നേരത്ത് സാധനം നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടൊക്കെ വലിക്കുമ്പോൾ പൊട്ടിപ്പോവും. ഇതാ ഇവിടെ ഈ ഭാഗത്ത് ബെൻഡായി പൊട്ടും. ആദ്യം എലി അടിച്ചല്ലോ, രണ്ടാമത്തെ പ്രാവശ്യം ഇതാ അതിൻ്റെ ഇടത് ഭാഗത്ത് അതേപോലെ കറക്റ്റ് അവിടെ തന്നെ ഇതാ പൊട്ടി ഇങ്ങനെ തരാണ്ട്. നിങ്ങൾക്ക് കാണുമോയെന്ന് എനിക്കല്ല, 2 കഷ്ണമായി. ഇങ്ങനെയാണ് ഇത് കേൾക്കാതായത്. വീണ്ടും ഒരു OG റീപ്ലേസ്മെന്റ് കേബിൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 സംതിങ് എന്തായാലും അതിന് വിലയുണ്ടാവും. മാത്രമല്ല അതിൻ്റെ ഈ വൾണറബിലിറ്റി പോയിന്റിൻ്റെ അവിടെ ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. IM-ന്റെ ബോഡിയൊക്കെ പിന്നെ മെറ്റലായതുകൊണ്ട് ഒരുവിധപ്പെട്ട IM-കളൊന്നും അങ്ങനെ പെട്ടെന്ന് കേടുവരാറില്ല. അത്രയും റഫ് യൂസേജ് ആണെങ്കിൽ മാത്രമേ കേടുവരാറുള്ളൂ. 2024 വാങ്ങിയ കേബിൾ 2025 ലാസ്റ്റ് ആകുമ്പോൾ തന്നെ തീരുമാനമായി. ഇപ്പോൾ ഓരോ ഇയറിലും ഓരോ കേബിൾ വെച്ച് ഞാൻ വാങ്ങേണ്ടി വരും. 500 രൂപ വെച്ച് ഞാൻ ചിലവാക്കേണ്ടി വരും. ഇതൊരു 0.78mm 2 പിൻ കണക്ടർ വരുന്ന ഒരു IM ആയതുകൊണ്ട് തന്നെ ആ സ്പെസിഫിക്കേഷനിലുള്ള ഏത് കേബിളുകളും ഇതിലേക്ക് സ്യൂട്ടാവും. അങ്ങനെ ഞാൻ ഒരുപാട് നിരീക്ഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഞാൻ വാങ്ങിയൊരു കേബിളാണ് ഇതാ നമ്മൾ ആദ്യം പറഞ്ഞ ഈ കേബിൾ. ഹെഡ്സെറ്റ് ഞാൻ അതിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ വേഗം ഒരു ക്വിക്ക് അൺബോക്സിങ് കണ്ടിട്ട് വരും.
ഇങ്ങനൊരു കേസിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ കേബിൾ വരുന്നത്. ഞാനിപ്പോൾ ഹെഡ്സെറ്റും കൂടി അതിൽ കണക്ട് ചെയ്തുകൊണ്ട് അങ്ങനെ അതിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതൊരു 0.78 mm 2-pin കണക്ടർ വരുന്ന 8 കോറുള്ള സിൽവർ പ്ലേറ്റഡ് കേബിളാണ്. ഓഡിയോക്യുലർ എന്ന് പറയുന്ന അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെയാണ് ഈ കേബിൾ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് 2-3 വേരിയൻസ് ആയിട്ട് അവൈലബിൾ ആണ്. ഒന്ന് ഇതിൻ്റെ 4.4 mm ജാക്ക് വരുന്ന ഒരു വേരിയൻറ്റ്, അതിൽ മൈക്ക് ഉണ്ടാവില്ല. മൈക്കുള്ളത് ഇതേപോലെ 3.5 mm ജാക്ക് വരുന്ന വേരിയൻറ്റിനാണ്. അത് തന്നെ 2 നീളത്തിൽ വരുന്നുണ്ട്. 1.2 മീറ്ററിലും വരുന്നുണ്ട്, 1.8 മീറ്ററിലും വരുന്നുണ്ട്. ഇത് 1.8 മീറ്ററാണ്. മനസ്സിലാവുന്നതാ? ഇപ്പോൾ 1 മീറ്ററിന് മുകളിൽ ഉണ്ടാവില്ലേ? 1 മീറ്റർ 1.25 മീറ്റർ 2 മീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഞാൻ 1.8 മീറ്റർ ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുമ്പോഴൊന്നും ഈ കേബിൾ നീളം പോരാഞ്ഞിട്ട് പൊട്ടിപ്പോകുകയോ വലിഞ്ഞു നീളുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ലാന്ന് വെച്ചിട്ടാണ്. രണ്ടാമത്തെ കേസ്, ഇവിടെ ബാക്കിൽ കാണുന്ന പോലെ ഞാൻ സിസ്റ്റത്തിൽ ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് IEM കണക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചടുലമായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ നമ്മളത് എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ഗ്ലിച്ചും ബഗ്ഗൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മുമ്പേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒറിജിനൽ കേബിളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെവി വെച്ചിട്ട് വേണം എഡിറ്റ് ചെയ്യാൻ, ഇങ്ങനെ കുത്തുന്ന എഡിറ്റ് ചെയ്യേണ്ടി വരും. അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് 1.8 മീറ്റർ ചൂസ് ചെയ്തത്. ഇതാകുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് എനിക്ക് ഹെഡ്സെറ്റ് വെച്ച് എഡിറ്റ് ചെയ്യാം. ഇതൊരു 8 കോർ കേബിൾ ആയതുകൊണ്ട് തന്നെ നല്ല വോയിസ് ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. സ്റ്റോക്ക് കേബിളിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള വോയിസ് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള മ്യൂസിക് കേൾക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പഴയതിനേക്കാളും കുറച്ചും കൂടി ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷൻ ഉള്ള പോലെ തോന്നുന്നുണ്ട്. മാത്രമല്ല ഇത് അത്യാവശ്യം തിക്ക് ആയതുകൊണ്ട് തന്നെ ബ്രൈഡഡ് ആയതുകൊണ്ടും നല്ല കുറ്റിയുറപ്പ് സാധനമാണ്. അവിടുന്ന് ഈ കേബിളിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള അപ്ഗ്രേഡ് റിമോട്ടിൽ വോളിയം അപ്പും ഡൗണും ബട്ടൺ എക്സ്ട്രാ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റേവിടെ വന്നപ്പോൾ ഒരു സിംഗിൾ ബട്ടൺ മാത്രമേ ഉണ്ടായിരുന്നു. കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ വോളിയം ഡൗൺ ചെയ്യാം, വോളിയം അപ്പ് ചെയ്യാം, പിന്നെ സെൻട്രലിലെ സാധാരണ ബട്ടൺ പോലെ അങ്ങനെ 3 എണ്ണം വരുന്ന അങ്ങനത്തെ റിമോട്ടാണ് ഇതിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. മൈക്ക് ഇത് അവിടെ ബാക്കിലുണ്ട്. പിന്നെ അതേപോലെ എടുത്തു പറയത്തക്ക മെച്ചമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജോയിൻറ്റുകൾ ഇവിടെയൊക്കെ, അല്ലെങ്കിൽ ഈ ജോയിൻറ്റിൻ്റെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റി നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. സാധനം കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 920 രൂപയാണ്. ഇതിന് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ആമസോണിൽ അവൈലബിൾ ആണ്. മറ്റേ കേബിളിൽ നിന്ന് ഈ കേബിളിലേക്ക് വന്നപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട പ്രശ്നം തോന്നിയത് L ഷേപ്പ് കണക്ടർ ഇല്ല എന്നുള്ളതാണ്. അത് നമുക്ക് ഗെയിമിങ്ങിലും ഫോണിലിപ്പോൾ എഡിറ്റ് ചെയ്യാറില്ല എങ്കിൽ പോലും ഗെയിമിങ്ങിലും എഡിറ്റിങ്ങിലൊക്കെ നമുക്ക് ഈ കൈ തട്ടുന്ന ബുദ്ധിമുട്ട് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അടുത്ത പ്രശ്നം, ഈ 2-പിന്നെ IEM ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇവിടെ മറ്റേത് ഒറിജിനൽ കേബിൾ ആയതുകൊണ്ട് തന്നെ ആ റബ്ബർ ഈ IEMൻ്റെ പിന്നിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കാരണവശാലും ചളി ഒന്നും കയറില്ലായിരുന്നു. ആ പുറം ഭാഗത്ത് വരേണ്ട അവിടെ മാത്രമേ ചളി കയറുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IEMനോട് സെപ്പറേറ്റ് ഉണ്ടാക്കിയ കേബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് ആ പിന്ന് ഈ 2-പിൻ്റെ ആ ഫീമെയിലിലേക്ക് ജസ്റ്റ് ഇറങ്ങി നിൽക്കണേ ഉള്ളൂ. പുറം ഭാഗത്ത് ഇവിടെയൊക്കെ ആണെങ്കിൽ ഭാവിയിൽ ചളി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിങ്ങനെ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും അഭിപ്രായം പറയും. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാവുന്നത്, ഇത് വൈറ്റ് കളർ കേബിളാണ്. ഇതിൻ്റെ മുകളിലൊരു കോട്ടിങ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ചളിയായി കഴിഞ്ഞാൽ വൃത്തികേടായി തോന്നും. പിന്നെ പഴയ കേബിളിൽ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ മാറ്റം എന്താ വെച്ചാൽ, പഴയ കേബിൾ ഇത് അതിൻ്റെ 4 ഇരട്ടി കട്ടിയുണ്ട്. അതായത് 8 കോർ കേബിളാണ്. 8 കേബിൾ ഇത് കൂടെ കടന്നു പോകുന്നുണ്ട്. ഇവിടെ സെപ്പറേറ്റഡ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 കേബിളും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 വയറും അങ്ങനെ ആയിട്ടാണ് ഇത് കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മേലെ കൂടെ ഈ കേബിൾ കിടക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കേബിൾ നമ്മുടെ മേലെ കൂടെ കിടക്കുമ്പോൾ ഒരു പാമ്പ് എഴയുന്ന പോലെ അത്രയും വെയിറ്റ് ഉള്ള പോലെ നമുക്ക് തോന്നും. ഈ പെറ്റ് സ്റ്റേഷനുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാമ്പിനൊക്കെ എടുക്കാമല്ലോ, അതുപോലെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള പോലെ തോന്നും ഈ കേബിൾ. വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ കേബിളിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നെഗ്ലിജിബിൾ ആണ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, എല്ലാ വീഡിയോൻ്റെ താഴെയും ഞാൻ പരിചയപ്പെടുന്ന പ്രൊഡക്റ്റുകളുടെ ലിങ്കുകൾ താഴെ ഉണ്ടാവും. ഒരു പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും ആ വീഡിയോകൾ അൺലിസ്റ്റ് ചെയ്ത് പോവുക അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പോവുക ടേക്ക് ഡൗൺ ചെയ്യുക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ട്രീ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ റിവ്യൂ ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റുകളും സെപ്പറേറ്റ് കാറ്റഗറി തിരിച്ച് ലിങ്ക് ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് അതിന് ചിത്രം അടക്കം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്കുകളാണ്. നിങ്ങൾ വാങ്ങുന്ന വഴി ചെറിയൊരു കമ്മീഷൻ എനിക്ക് കിട്ടും. എക്സ്ട്രാ കോസ്റ്റ് ഒന്നും നിങ്ങൾ മുടക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് അവിടെ കയറി നോക്കാവുന്നതാണ്. ലിങ്ക് ട്രീ പ്രൊഫൈലിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് 0.78 mm വരുന്ന ഒരു 2-പിൻ കണക്ടർ ആയതുകൊണ്ട് തന്നെ അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ IEMകൾക്കും ഈ കേബിൾ സ്യൂട്ട് ആവും. മെയിനായിട്ടുള്ള കാര്യം, ഇതിൻ്റെ ഇപ്പോൾ ഒരു കേസ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റേഡി ആയിട്ടുള്ള കട്ടുള്ളൊരു കേസാണ്. ഇതിനുള്ളിൽ ഇങ്ങനെ ചെറിയൊരു പോക്കറ്റും വരുന്നുണ്ട്. നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോവുകയാണെങ്കിലോ ബാഗിനുള്ളിൽ എടുത്ത് വെക്കാനൊക്കെ ഈ കേസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തതാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾ ആരെങ്കിലും IEMs ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഒരേ IEMs ഉപയോഗിക്കുന്ന ആളുകളുടെ ഫീഡ്ബാക്കും നമുക്കപ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, എല്ലാ കാര്യങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഓരോന്നും വായിച്ചു നോക്കും. 10,000 രൂപയിൽ താഴെയുള്ള ഏറ്റവും ബെസ്റ്റ് ടൈറ്റേനിയം
ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഇവിടെയോ എവിടെയെങ്കിലും കൊടുക്കാം. കാണാത്ത ആളുകളൊന്ന് കണ്ടു നോക്കുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം ജംഷാദ് ലബോ.